ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഫിസിക്സ് ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ 3 ഔട്ട് ഓഫ് 4 1 സ്കോർ ഈസ് അല്ലേ. അപ്പോൾ ഓരോന്നിനും എത്ര മാർക്ക് വീതമാണ്? ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 3 ഔട്ട് ഓഫ് 4 1 സ്കോർ ഈസ് ടോട്ടൽ 3. അപ്പോൾ ഓരോന്നിനും 1 മാർക്ക് വീതമാണ്. ടോട്ടൽ 3 മാർക്സ് അല്ലേ. ഓക്കെ, ദെൻ നോക്കാം നമുക്ക്. First one, which of the following is a derived physical quantity? Derived physical quantity തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലെങ്ത് ഉണ്ട്, മാസ് ഉണ്ട്, ഏരിയ ഉണ്ട്, ടൈം ഉണ്ട്. ഇതിൽ ഏതാണ്? ഏരിയ ആണ് അല്ലേ. ആൻസർ എന്താണ്? ഏരിയ. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. അക്കോർഡിംഗ് ടു ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 3 to 4 എന്ത് പറയുന്നുണ്ട്? യെസ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻക്ലൂഡ് ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് നോമിനൽ ഇന്റൻസിറ്റി അല്ലേ. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ലൈക്ക് ഏതൊക്കെയാണ്? ഏരിയ are expressed in terms of fundamental quantities. Example, area is equal to length into breadth അല്ലേ. Okay, then a book placed on the tables is observed by a person standing still. With respect to the table, a book is in state of ഏതായിരിക്കും? മോഷൻ നൽകിയിട്ടുണ്ട്, റെസ്റ്റ് നൽകിയിട്ടുണ്ട്, ആക്സലറേഷൻ നൽകിയിട്ടുണ്ട്, ഫ്രിക്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? റെസ്റ്റ് ആണ് അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 90 പറയുന്നുണ്ട്, സ്റ്റേറ്റ് ദാറ്റ് an object at rest if it does not change its position relative to the reference object. Here the table is the reference object and the book does not change position to relative to it. Okay, then third question നോക്കാം. Identify the correct unit representation from the following. 152 meter, 152, then 225 kilogram, then 10. ഓക്കെ, ദെൻ ആൻസർ ഏതാണ്? യെസ്, 152 മീറ്റർ ആണ് അല്ലേ. ദെൻ എക്സ്പ്ലനേഷൻ നോക്കൂ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പറിൽ 12 എംഫസൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നിട്ട് കറക്റ്റ് നൊട്ടേഷൻ ഫോർ യൂണിറ്റ്സ് അല്ലെ. ഓപ്ഷൻ എ കറക്റ്റ്ലി റെപ്രസെന്റ് ലെങ്ത് ഇൻ മീറ്റേഴ്സ്. ദെൻ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഇൻകറക്റ്റ് ആസ് ഏരിയ ഷുഡിൻ ബി എം സ്ക്വയർ അല്ലെ, നോട്ട് M2. ഓപ്ഷൻ ഈസ് ഇൻവാലിഡ് ആസ് കിലോഗ്രാം ഈസ് നോട്ട് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഓപ്ഷൻ ഡിയോ ഷുഡ് ബി എ പാസ്കൽ ആണ് അല്ലേ, വിത്ത് എ ക്യാപിറ്റൽ പി. പി എന്ന് കൊടുത്തിട്ടുള്ള എന്താണ്? പാസ്കൽ ആണ്. ഓക്കെ, വിത്ത് എ ക്യാപിറ്റൽ പി. ഓക്കെ, ഇവിടെ നോക്കൂ. വിച്ച് ഓഫ് ദിസ് യൂണിറ്റ് ഡസ് നോട്ട് മെഷർ ലെങ്ത്. അത് ഏതായിരിക്കും? മില്ലിമീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, കിലോഗ്രാം ഉണ്ട്, CM ഉണ്ട്. എളുപ്പമല്ല, ഏതാണ്? കിലോഗ്രാം ആണ് അല്ലേ. എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. എന്താണ്? ആ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 7 പറയുന്നുണ്ട് അല്ലേ. ലിസ്റ്റ് ചെയ്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. മില്ലിമീറ്റർ എന്താണ്? കിലോമീറ്റർ, ആൻഡ് സെന്റിമീറ്റർ ആസ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആണ്. ദെൻ കിലോഗ്രാം എന്നുള്ളത് എന്താണ്? യൂണിറ്റ് ഓഫ് മാസ് ആണ് അല്ലേ. പേജ് നമ്പർ 9 പറയുന്നുണ്ട്. അപ്പം എന്തെങ്കിലും സംശയമുള്ള കൂട്ടുകാർ എന്ത് ചെയ്യുക? യെസ്, പേജ് നമ്പർ 9 പോയി നോക്കുക. ഓക്കെ, സെക്ഷൻ ബി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ 4 out of 5 2 scores is total 8. Based the fundamental physical quantity mass, answer the following. Based on the fundamental physical quantity mass, answer the following. Which of the masses are fundamental physical quantities? ഏതാണ്? യെസ്, mass is a fundamental physical quantity ആണ് അല്ലേ. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് മാസ്? SI യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം ആണല്ലേ. ദ SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് ദ കിലോഗ്രാം. ഇനി നിങ്ങൾ നോക്കൂ, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പറിൽ 3 എന്താണ്? ലിസ്റ്റ് മാസസ് ആസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ആൻഡ് പേജ് നമ്പറിൽ 9 പറയുന്നുണ്ട് അല്ലേ, SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ? ആ പേജ് നമ്പർ 3 പേജ് നമ്പർ 9 ഒക്കെ ഒന്ന് പോയി നോക്കുക. ഓക്കെ, then calculate the speed of an object that travels 202 meters in 8 seconds. Express the answer in meter per second. ആൻസർ സ്പീഡ് എത്രയായിരിക്കും? 25.25 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ. ആൻസർ എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് 25.25 മീറ്റർ പെർ സെക്കൻഡ്. നമ്മളെങ്ങനെയാണ് കണ്ടെത്തിയത്? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 22 കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? ഡിഫൈൻ സ്പീഡ് ആസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ സ്പീഡ് എങ്ങനെയാണ് നമ്മൾ കാണുക? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അതായത് 202 മീറ്റർ ബൈ 8 സെക്കൻഡ്. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 25.25 മീറ്റർ പെർ സെക്കൻഡ്. Okay, the next question നോക്കാം. Classify the following into uniform speed or non-uniform speed അല്ലേ. ഓക്കെ, നോക്കൂ. എ ബോൾ റോളിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഏതായിരിക്കും? നോൺ യൂണിഫോം സ്പീഡ് ആണ് അല്ലേ. ഏതാണ്? നോൺ യൂണിഫോം സ്പീഡ്.
ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. എ പ്ലാനറ്റ് ഓർബിറ്റിംഗ് ദ സൺ ഈസ് ഇൻ എ സർക്കുലർ പാത്ത് ആൻഡ് കോൺസ്റ്റന്റ് സ്പീഡ്. ഏതാണ്? യെസ്, യൂണിഫോം സ്പീഡാണ് അല്ലേ? ഏതാണ്? യൂണിഫോം സ്പീഡാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 23 എന്ന് കൂട്ടുകാർ എടുത്ത് നോക്കുക. അവിടെ പറയുന്നുണ്ട് ഡിഫൈൻ യൂണിഫോം സ്പീഡ് ആസ് കവറിംഗ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽസ്. അതായത് about rolling down inclined in plane accelerators, so it has non-uniform speed. Then a planet orbiting that contains speed covers equal distance in equal times, indicating uniform speed. അപ്പം എന്തെങ്കിലും സംശയമുള്ള കൂട്ടുകാരെന്ന് പോയി നോക്കുക. ഓക്കെ, ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിഫർ ടു ഫിഗർ വുഡൻ ബ്ലോക്ക്, ഐസ് ബ്ലോക്ക് ആൻഡ് റബ്ബർ പീസ് സ്ലൈഡിംഗ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. വിച്ച് ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ഇൻ ലീസ്റ്റ് ഫ്രിക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഐസ് ബ്ലോക്ക് ആണ് അല്ലേ? ദെൻ വൈ ഡസ് ദ നേച്ചർ ഓഫ് ദ സർഫേസ് എഫക്ട് ഫ്രിക്ഷൻ? എന്താണ്? യെസ്, ദ നാച്ചുറൽ സർഫേസ് എഫക്ട്സ് ഫ്രിക്ഷൻ ബിക്കോസ് സ്മൂത്തർ സർഫേസ് ഹാവ് ലെസ് ഫ്രിക്ഷണൽ ഫോഴ്സ് while to rougher surface increase friction. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 28 പറയുന്നുണ്ടാണ് ഡിസ്ക്രൈബ് an experiment where an ice block, wooden block and rubber piece slide down an inclined plane. The ice block being smoother experience the least friction. The natural surfaces influence friction with the rough surfaces causing more friction. പേജ് നമ്പർ 26 പറയുന്നുണ്ട് അല്ലേ? Okay, then friction can be both helpful and harmful. Right, then one advantages and one disadvantage of friction in daily life. അപ്പം നമുക്ക് എന്ത് എഴുതാം? അഡ്വാൻറ്റേജ് എന്ത് എഴുതാം? ഫ്രിക്ഷൻ ഹെൽപ്പ് us work without slipping അല്ലേ? ദെൻ ഡിസ്അഡ്വാൻറ്റേജ് എഴുതാം? ഫ്രിക്ഷൻ കോസ് സർഫേസ് ഇൻ കോണ്ടാക്ട് ടു വെയർ ഔട്ട്. ദെൻ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 27 എന്താണ്? ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അഡ്വാൻറ്റേജ് ലൈക്ക് ഹെൽപ്പ് ഇൻ വാക്കിംഗ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ലൈക്ക് വെയറിംഗ് ഔട്ട് സർഫേസസ്. Okay, then section C നോക്കാം. ലോങ് ആൻസർ ക്വസ്റ്റ്യൻ 3 out of 4, 3 scores is total score എന്ന് പറയുന്നത് 9 ആണ് അല്ലേ? Okay. If the odometer shows 2500 kilometer, how many meter has the vehicle traveled? നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. നമ്മളിങ്ങനെ എന്ത് ചെയ്യുക? ആൻസർ കണ്ടെത്തുമല്ലോ നിങ്ങൾ ഇതുപോലെ. ഇഫ് ദ വെഹിക്കിൾ ട്രാവൽസ് ദി ഡിസ്റ്റൻസ് ഇൻ 3 hours വിത്ത് യൂണിഫോം സ്പീഡ്, കാൽക്കുലേറ്റ് ഇറ്റ് സ്പീഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്. എത്രയായിരിക്കും സ്പീഡ് എന്ന് പറയുന്നത്? യെസ്, 231.48 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 20 പറയുന്നുണ്ട് സ്റ്റേറ്റ്സ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണെന്നല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? സ്പീഡ്, ഡിസ്റ്റൻസ് ഓർ ടൈം കൺവേർട്ട് 3 hours to second, 3 into 306 10,800. ദെൻ സ്പീഡ് എത്രയാണെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതൊക്കെ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 20 പോയി നോക്കുക. ഓക്കെ, ദെൻ എ സ്റ്റുഡൻറ് മെഷേഴ്സ് ദാറ്റ് തിക്നെസ് ഓഫ് 50 sheets of papers as 4 millimeter. കാൽക്കുലേറ്റ് തിക്നെസ് ഓഫ് ദ ഷീറ്റ് ഓഫ് പേപ്പർ. തിക്നെസ് ഓഫ് 1 sheet എത്രയായിരിക്കും? യെസ്, 0.08 അല്ലേ? Then express this thickness and micrometers. Thickness of micrometers 80 ആയിരിക്കും, 80. Okay, then why is scale of new suitable for directly measuring the thickness of single sheet? എന്താണ്? Yes, a scale is new suitable because least count of common scale 1 millimeter and it's too large to measure the thickness of a single sheet accurately. then എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേജ് നമ്പർ എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സംശയമുണ്ടെങ്കിൽ അത് പോയി നോക്കുക. Okay, then a car starts from rest and reaches speed of 20 meter per second in 5 seconds. Is this motion uniform or not? Non-uniform. ഏതായിരിക്കും? അതെ, നോൺ യൂണിഫോം ആണല്ലേ? ഓക്കെ, നെയിം 1 lubricant used to reduce friction. ഏത് എഴുതാം? നമുക്ക് ഗ്രാഫൈറ്റ് എഴുതാം അല്ലേ? then explain how the shape of an object like an airplane helps to reduce friction. എന്താണ്? yes, the streamlined shape of airplane reduces air resistance by allowing air to flow smoothly over its surface, then minimizing friction. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെയാണ്? നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 23, 29, പേജ് 29, then 28 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.